ബേസ് വേരിയന്റ് ആയിട്ട് കൂടി നമുക്ക് ഒരു സിൽവർ അലോയ്സ് വന്നിട്ട് അത് 16 ഇഞ്ചാണ് 205 60 പ്രൊഫൈലുള്ള 16 ഇഞ്ച്. പിന്നെ ഒരു സൺറൂഫ് കൂടി വരുന്നുണ്ട്. ബേസ് വേരിയന്റ് ആയിട്ട് നമുക്ക് സൺറൂഫ് കൂടി സ്കോഡ പോലെ ഒരു ബ്രാൻഡ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു കുഷാക്കിന്റെ ബേസ് വേരിയന്റ് ഓട്ടോമാറ്റിക് എടുത്താൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്, ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലും വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്, LED ടൈൽ ലാമ്പ് യൂണിറ്റ് വിത്ത് LED സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. മാത്രമല്ല സ്റ്റിയറിംഗ് വീല് നോർമലി ടിൽറ്റ് അഡ്ജസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും, പക്ഷേ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ ഈ ഒരു ബേസ് വേരിയന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ബേസ് വേരിയന്റ് നമുക്ക് തോന്നും. അവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടോ? സ്റ്റിയറിംഗ് വീല്, ഇൻഫർടൈൻമെന്റ് ഭാഗത്തോ AC യുടെ ഭാഗത്തോ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൺ റോഡ് 13 ലക്ഷം രൂപ മാത്രമാണ് ഇത്രയധികം ഫീച്ചേഴ്സ് വരുന്നത്. അതും ഒരു മിഡ് സൈസ് SUV ആണ് കേട്ടോ. 4 മീറ്ററിന് മുകളിൽ നീളം വരുന്നതാണ്. അതിനനുസരിച്ച് ക്യാബിൻ സ്പേസ് നമുക്ക് ലഭിക്കും. ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സോ ഇത്രയും ഫീച്ചേഴ്സും ഈ ഒരു കോമ്പിനേഷനിൽ മറ്റൊരു മാനുഫാക്ചർ നമുക്ക് വാഹനം തരുന്നില്ല. ഇത് ബേസ് വേരിയന്റ് തന്നെ നിങ്ങൾ കണ്ട പോലെ ബേസ് വേരിയന്റ് തന്നെ സൺറൂഫ്, അലോയ്സ്, LED ലൈറ്റ്സ് തുടങ്ങി ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് പാഡിൽ ഷിഫ്റ്റ് വരെ അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനം ഈ സെഗ്മെന്റിൽ തന്നെ വരുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കിട്ടുന്നത് എന്ന് നോക്കാം. സോ ഫ്രണ്ട് ലുക്ക് കണ്ടാൽ തന്നെ ഇതൊരു ബേസ് വേരിയന്റ് ആണ് ആരും പറയില്ല. അത്തരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. കളർ കോമ്പിനേഷൻ പറഞ്ഞാൽ ഇതിന്റെ ബോഡി കളർ കൂടി പറഞ്ഞു തരാം. നമുക്ക് ഒരു 3 കളറാണ് ടോപ്പിനെ അപേക്ഷിച്ച് ഇതിൽ ലഭിക്കാത്തുള്ളൂ. അതായത് അവിടെ അത് നിൽക്കുന്ന ടോപ്പിനാണ് ആ ഒരു ഗ്രീൻ കളറും, പിന്നെ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക്, അതുപോലെ തന്നെ മറ്റൊരു പുതിയതായിട്ട് ഒരു ബ്ലൂ കളർ ഷെയ്ഡ് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ 3 കളേഴ്സാണ് നമുക്ക് ഇതിൽ കിട്ടാത്തുള്ളൂ. ബാക്കി ഞങ്ങൾ വൈറ്റ്, സിൽവർ, ബ്ലൂ, ഗ്രേ അങ്ങനെയുള്ള ഒരുപാട് കളേഴ്സ് നമുക്ക് 5ഓളം കളേഴ്സ് നമുക്ക് ഒരു ബേസ് വേരിയന്റ് തന്നിട്ടുണ്ട്. ബേസ് വേരിയന്റ് ആയിട്ട് കൂടി നമുക്ക് ഇതിന് ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയൊക്കെ വരുന്നുണ്ട്. സോ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോസി ബ്ലാക്കിൽ തന്നെയാണ് ഗ്രില്ല് വന്നിട്ടുള്ളത്. LED DRL വരുന്നുണ്ട്, LED ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതായത് ഫുൾ ഓപ്ഷനിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉള്ളിൽ കാണാം. താഴെ നമുക്ക് ഫോഗ് ലാമ്പ് കാണാം. നിങ്ങൾ മാനുവലി എടുക്കുന്നെങ്കിൽ ഫോഗ് ലാമ്പ് കിട്ടില്ല കേട്ടോ. അതും LED ആണ് വന്നിട്ടുള്ളത്. ഇത് ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ കാണുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ LED വന്നിട്ടുള്ളത്. ഏകദേശം 13 ലക്ഷം ഇതിൻ്റെ ഓൺ റോഡ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിൽ നിന്നും നമ്മൾ നേരെ മുകളിലേക്ക്, ഇതിൻ്റെ പേര് ക്ലാസിക് പ്ലസ് എന്നുള്ളതാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന വേരിയൻ്റ് വരിക. അതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപയുടെ മേലെ നമുക്ക് അധികം കൊടുക്കണം. അതുകൊണ്ടാണ് ഇത് വാല്യൂ ഫോർ മണി എന്ന് പറയാനായിട്ട് കാരണം. രണ്ടാമത്തെ കാര്യം, ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് വരുന്നതുകൊണ്ട് നമുക്ക് 13 ലക്ഷത്തിൽ നിന്നും 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ ഓട്ടോമാറ്റിക്കും, അതായത് 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്. ഈ സെഗ്മെന്റിൽ എന്നല്ല, ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊന്നും മറ്റൊരു മാനുഫാക്ചറും തരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വാഹനമാണ്. സോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15,40,000 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ ഒരു വേരിയന്റ് സ്വന്തമാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. വർഷങ്ങളിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് ആയിട്ട് കൂടി നമുക്ക് ഒരു സിൽവർ അലോയ്സ് വന്നിട്ട് അത് 16 ഇഞ്ചാണ് 205 60 പ്രൊഫൈലുള്ള 16 ഇഞ്ച്. അഗൈൻ നമുക്ക് ഇതിന് ഈ ഒരു വേരിയന്റാണ് 16 ഇഞ്ച് കിട്ടുക. സിഗ്നേച്ചർ മുതൽ ഇതിന്റെ രണ്ടാമത്തെ വേരിയന്റ് മുതലൊക്കെ നമുക്ക് ഫുൾ ഓപ്ഷൻ വരെ 17 ഇഞ്ചാണ് വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള 3 ടൈപ്പ് അലോയ്സ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിൻ്റെ കാണുന്നത്. ഈ ടൈപ്പുള്ള ഒരു അലോയ്സ് ആവും, 17 ഇഞ്ച് വീലാവും എന്നൊരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ഫുൾ ആൾ ഇരുന്നിട്ട് തന്നെ നമുക്ക് 155 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. സോ അടി തട്ടുന്ന പ്രശ്നമൊന്നും വരില്ല. 5 പേര് ഇരുന്നാലും നമുക്ക് 5 പേര് ഇരുന്നിട്ടുള്ളൊരു കണക്കാണ് നമ്മുടെ ബ്രാൻഡ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ആരും അങ്ങനെ പറയാറില്ല, നോർമൽ ലെവലിൽ നിൽക്കുന്നതാണ് പറയാറുള്ളത്. ഇനി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന മിറേഴ്സ് വരുന്നത്, അതിൽ തന്നെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ബോഡി കളർ ORM കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 50 കിലോ വരെ ഭാരം കയറ്റാവുന്ന ഫംഗ്ഷണൽ റൂഫ് റെയിൽസ് കൂടി നൽകിയിട്ടുണ്ട്. അത് ബ്ലാക്ക് കളറാണ് വരെ. ടോപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ വേരിയന്റ് മുതലേക്ക് പോകുമ്പോൾ നമുക്കത് സിൽവർ ആവുന്നുണ്ട്. പിന്നെ ഒരു സൺറൂഫ് കൂടി വരുന്നുണ്ട്. ബേസ് വേരിയന്റ് ആയിട്ട് നമുക്ക് സൺറൂഫ് കൂടി സ്കോഡ പോലെ ഒരു ബ്രാൻഡ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതവർ വളരെ റിസർച്ച് ചെയ്ത് പഠനം നടത്തിയിട്ടാണ്. ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് വാഹനം എടുക്കുന്ന ആളുകൾ, ഒരു 10 ലക്ഷത്തിന് മുകളിൽ ഫണ്ട് മുടക്കുന്ന ആളുകൾ സൺറൂഫ് എന്തായാലും അവർ ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് അവർ സ്റ്റഡി എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നോർമലി ഒരു ബേസ് വരെ തന്നെ സൺറൂഫും നമുക്ക് ടോപ്പിലേക്ക് പോകുമ്പോൾ പാനോമിക് റൂഫും അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് റൂഫ് റെയിൽസ്, ഇതാണ് നമ്മുടെ ഫുൾ റൂഫ് റെയിൽസ്. ഇതിലേക്ക് വന്നാൽ നമുക്കിത് പാനോമിക് റൂഫ് കാണാനായിട്ട് സാധിക്കും. രണ്ടും അടിപൊളിയാണ് എന്ന് പറയാം. പിന്നെ വർഷങ്ങളിൽ നോക്കുമ്പോൾ ഒരു ചേഞ്ച് നമുക്ക് B പില്ലറും C പില്ലറിൻ്റെ അവിടേക്ക് അതെ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇത് രണ്ടാമത്തെ ഒരു സിഗ്നേച്ചർ മുതൽ നമുക്ക് ഇവിടെയൊക്കെ ഗ്ലോസി ബ്ലാക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ C പില്ലറിൻ്റെ ഇവിടെ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ആവുന്നുണ്ട്. പക്ഷേ ബേസ് വേരിയന്റിൽ നമുക്കൊരു മാറ്റ് ഫിനിഷ് ആയിരിക്കും. അതൊക്കെ നമുക്ക് പുറത്തുനിന്നാണെങ്കിലും ചെയ്തെടുക്കാവുന്ന കാര്യമാണിത്. ഇത് രണ്ടും മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ആണ് എന്നുള്ളതാണ്. വേറെ കുറവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടും സൈഡും പക്കയാണ്. ഇനി വശങ്ങളിലേക്ക് വന്നാലും പുറയിലേക്ക് വന്നാലും സ്ഥിതി വ്യത്യസ്തമല്ല.
അത്യാവശ്യം ബേസിൻ്റെ ആയിട്ട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിലുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. സ്പോയിലർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്, LED ടൈൽ ലാമ്പ് യൂണിറ്റ് വിത്ത് LED സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്. താഴെ പാർക്കിംഗ് സെൻസർ കാണാം നമുക്ക്. രണ്ടാമത്തെ സിഗ്നേച്ചർ മുതലൊക്കെ ഈ ഒരു ഭാഗത്ത് ഇതിപ്പോൾ ബമ്പർ ഫുൾ ബ്ലാക്കാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഈ പാർട്ടിലൊക്കെ ഒരു സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ ഡിസൈൻ അവർ കൊടുക്കുമെന്നുള്ളതാണ്. വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ഇങ്ങനെ ബ്ലാക്ക് ആണെങ്കിലും നമുക്ക് വൃത്തിയോടെ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയാണ് ഇങ്ങനെ കാണാനായിട്ടും. റിയർ വ്യൂ ക്യാമറ വരുന്നില്ല, അത് അഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കണം. സ്ക്രീൻ ഓൾറെഡി നമുക്ക് 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. സോ ഒരു 5000-6000 രൂപ കൊടുത്താൽ നമുക്ക് ക്യാമറ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമാണ് എക്സ്റ്റീരിയറിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കുറവായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5000-6000 രൂപയുടെ ക്യാമറ വെക്കേണ്ട ഒരു സംഭവം മാത്രമാണ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് നമുക്ക് ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത്. 50 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ 1 ലിറ്റർ എഞ്ചിനാണ്. അതായത് കുഷാക്ക് നമുക്ക് നോർമലി 1000 cc ആയിട്ടും 1500 cc ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 1000 cc എഞ്ചിനോട് കൂടിയിട്ട് മാനുവലും ഓട്ടോമാറ്റിക്കാണ് കിട്ടുന്നത്. പാർസൽ ട്രേ ഉണ്ടായിരിക്കില്ല, പക്ഷേ ബൂട്ട് ലാമ്പ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. 15 ഇഞ്ചാണ് നമുക്ക് സ്പെയർ വീൽ വന്നിട്ടുള്ളത്. 195/65 പ്രൊഫൈലുള്ള 15 ഇഞ്ച്. അത് ഇപ്പോൾ ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് ആ രൂപത്തിൽ തന്നെയാണ് ലഭിക്കുക എന്നുള്ളതാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് 3 നൽകിയിട്ടുണ്ട്. പക്ഷേ 60/40 സ്പ്ലിറ്റ് സീറ്റ് ഇല്ല, നമുക്ക് മറ്റേ സിംഗിൾ പീസായിട്ട് മടക്കി വെക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അവിടെയും അടിപൊളിയാണ് എന്ന് പറയാം. ഇനി ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ പാഡിൻ്റെ അവിടെ കണ്ടോ, ഡോറിൻ്റെ അവിടെ കൈ വെക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ഫാബ്രിക് ടച്ച് സോഫ്റ്റ് പാഡിങ് നല്ല അടിപൊളി ഫീച്ചറാണെന്ന് പറയാം. അത് നൽകിയിട്ടുണ്ട്. 4 പവർ വിൻഡോ വന്നിട്ടുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിലൊക്കെ ഫുൾ ബ്ലാക്ക് ആണ്. ഇതിൻ്റെ രണ്ടാമത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ അത് സിൽവർ ഫിനിഷ് ആവുന്നുണ്ട്. ഫാബ്രിക് അപ്പോൾസ്ട്രി ആണ് വന്നിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം കാണാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും കൊള്ളാം എന്ന് പറയുന്ന രൂപത്തിലാണ്. അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഷേപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇരിക്കാൻ കംഫർട്ട് തരുന്ന രൂപത്തിലാണ്. പിന്നെ ഒരു 4 മീറ്ററിന് മുകളിൽ വരുന്ന SUV ആയതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യമൊന്നും ബുദ്ധിമുട്ടില്ലത്. ഒരു 4 പേരിൻ്റെ ലെഗ് റൂം, നീ റൂം, തൈ സപ്പോർട്ട് ഡീസൻ്റ് ആണ്. അത്യാവശ്യം ഹെഡ് റൂമും ഒരു 5 പേരിൻ്റെ ഹെഡ് റൂം കിട്ടുന്നുണ്ട്. റിയറിലേക്ക് AC വെൻറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6 എയർ ബാഗ് വരുന്നതുകൊണ്ട് തന്നെ സൈഡ് എയർ ബാഗിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ചാർജിംഗ് പോർട്ട് ഒന്നും കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ വരുന്ന മുതലാണ് നമുക്ക് C-ടൈപ്പ് ചാർജിംഗ് പോർട്ടൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ്. വേറെ സൗകര്യങ്ങളായിട്ടൊന്നുമില്ല. നമുക്ക് AC വെൻ്റ് ഉണ്ട്, 3 ആൾക്ക് അഡ്ജസ്റ്റ് ഹെഡ് റെസ്റ്റ് ഉണ്ട്, മാപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതും LED ആണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ലൈറ്റ് ആയിരിക്കും നമുക്ക് ക്യാബിനകത്ത് ഉണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ സൺറൂഫ് വന്നുള്ളത്. അതിൻ്റെ ചെറിയൊരു വ്യൂ ഒക്കെ പുറകിലിരിക്കുന്നവർക്കും ആസ്വദിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇതേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ബേസ് വേരിയൻ്റ് നമുക്ക് തോന്നും. അവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടോ? സ്റ്റിയറിംഗ് വീലിൽ, ഇൻഫർടൈൻമെൻറ്റ് ഭാഗത്തോ AC-യുടെ ഭാഗത്തോ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് കുഷാക്ക് ക്ലാസിക് പ്ലസിൻ്റെ കീ വന്നുള്ളത്. 2 ഫ്ലിപ്പ് കീ ആണ്. നമുക്ക് സെൻട്രൽ ലോക്കിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ പുറകുവശത്ത് കണ്ട പോലെ തന്നെ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കൊടുത്തിട്ടുണ്ട്. 4 പവർ വിൻഡോസ് കാണാൻ സാധിക്കും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORMs നമുക്ക് വന്നിട്ടുണ്ട്. പവർ വിൻഡോയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് കാര്യങ്ങളുടെ മോട്ടറൊക്കെയാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. മാത്രമല്ല സ്റ്റിയറിംഗ് വീല് നോർമലി ടിൽറ്റ് അഡ്ജസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ ഈ ഒരു ബേസ് വേരിയൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു കിഡിലും ഫീച്ചറാണ് എന്ന് പറയാം. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് സാധാരണ സ്കോഡ വാനിൽ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതായാലും നമുക്ക് നമ്മുടെ ഫോഗ് ലാമ്പ് ഓൺ ആവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ബേസ് വേരിയൻറ്റിൽ പാഡൽ ഷിഫ്റ്റേഴ്സോട് കൂടി നിങ്ങളൊരു വാഹനം കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ സ്കോഡ കുഷാക്കിൻ്റെ ബേസ് വേരിയൻ്റ് ഓട്ടോമാറ്റിക് എടുത്താൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്, ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലും വരുന്നുണ്ട്. എഗെയിൻ സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാക്കിയിട്ടാണ് സ്കോഡ തന്നിട്ടുള്ളത് എന്ന് പറയാം. MID നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. 2 ഡയൽസ്, നോർമൽ ഡയൽസ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ വരുന്ന പോലെ നമുക്കൊരു സ്ക്രീൻ ആവുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ വളരെ വലിയൊരു എനിക്കൊന്ന് 26 സെൻറ്റിമീറ്ററൊക്കെ വരുന്നൊരു സ്ക്രീനായിട്ട് മാറുന്നുണ്ട്. ഇതും അത്യാവശ്യം നൈസാണ്, കൊള്ളാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു 13 ലക്ഷം കൊടുക്കുന്നതിന് വർത്തായിട്ടുള്ളൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് ഇൻഫർമേഷൻസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. സേഫ്റ്റി ഫീച്ചറിലൊക്കെ നോക്കുകയാണെങ്കിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഹിൽ ഹോൾഡ് ഇതിന്റെ ഓട്ടോമാറ്റിക് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് ഹിൽ ഹോൾഡ് ഒക്കെ കിട്ടുന്നുണ്ട്. മാനുവൽ എടുക്കുന്നവർക്ക് മാത്രം അത് കിട്ടില്ല. ബാക്കി A to Z സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ 7 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ എന്ന് പറയാവുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാമറ ആഡ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 10 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ ഒരു USB നമുക്ക് ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാനുള്ളൊരു USB പോർട്ട് വന്നിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നാൽ ഇവിടെ ഹസാർഡ് ലാമ്പ്, ലോക്ക് അൺലോക്ക്, ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്,
ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പാനൽസ് കാര്യങ്ങളൊക്കെ എന്ത് പ്രീമിയം ഫീലാന്ന് നോക്കിയാൽ. അതുപോലെ തന്നെ മൊത്തം ഡാഷ്ബോർഡ് നോക്കിയാൽ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഗ്ലോസി ബ്ലാക്ക് കൊണ്ട് മാറ്റ് ഫിനിഷിൻ്റെയും ഒരു മിക്സ് ആയിട്ട് കോമ്പിനേഷനിൽ അടിപൊളിയായിട്ടുണ്ട് ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിതാ ഒരു സൺറൂഫിൻ്റെ വ്യൂവും ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ലെതർ റാപ്പ് കാര്യങ്ങളും കൺട്രോൾസും ഒക്കെ കൂടിയിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് കണ്ടോ ഡ്രൈവർക്ക് ഒരു ആംറസ്റ്റ് അതും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു ബേസ് വേരിയൻറ്റിൽ അല്ലെങ്കിൽ ഒരു 13 ലക്ഷത്തിന് മിഡ് സൈസ് കാറ്റഗറിയിൽ എല്ലാ മാനുഫാക്ചേഴ്സിനും വാഹനമുണ്ട്. മാരുതിക്ക് 3 വാഹനമുണ്ട് എന്ന് പറയാം. അതായത് ഗ്രാൻഡ് വിറ്റാർ വരുന്നുണ്ട്, വിക്ടോറിയസ് വരുന്നുണ്ട്, ഹൈറൈഡർ വരുന്നുണ്ട്, കിയ സെൽട്ടോസ് വരുന്നുണ്ട്, ക്രെറ്റ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതായാലും ഇപ്പോൾ ഡസ്റ്റർ വന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മാനുഫാക്ചേഴ്സിനും വാഹനങ്ങളുള്ളൊരു സെഗ്മെൻറ്റാണിത്. അതിൽ ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ട് ഇത്രയധികം ഫീച്ചേഴ്സോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു വാഹനം കണ്ടെത്താനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഗ്ലോ ബോക്സ് കാണാം. അതുപോലെ തന്നെ അവിടെ താഴേക്ക് വന്നാൽ ഇവിടെയൊക്കെ സ്റ്റോറേജ് ഏരിയ ആണ്. 12 ആൾട്ടർനേറ്റ് ചാർജ് സോക്കറ്റ് വന്നിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിൽ നമുക്കൊരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. അതിൽ ടിപ്പൊക്കെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM ഇല്ലേ, അയ്യോ അതൊരു മോശമായല്ലോ. മാനുവൽ അപ്പോൾ ഡിം ചെയ്യാൻ കഴിയുന്ന ഒരു IRM കൊടുക്കണമായിരുന്നു. ഉള്ളിൽ ക്യാബിനൊക്കെ നമുക്കിത് ഇവിടെയും LED ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് പ്രകാശം കാണാം. സോ ഇതാണ് നമ്മുടെ ബേസ് വേരിയൻറ്റിൽ കിട്ടുന്ന സൺറൂഫ് കുഷാക്കിൽ. അത് ഈ ഒരു അപ്ഡേറ്റിലാണ് നമ്മുടെ സ്കോഡ അത് തന്നിട്ടുണ്ടായിരുന്നത്. പഴയ വാഹനത്തിൽ ഫുൾ ഓപ്ഷനിൽ മാത്രം കിട്ടിയിരുന്ന ഫീച്ചറാണ് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് മുതൽ അവർ നമ്മുടെ ഇന്ത്യക്കാർ സ്റ്റഡി ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരു 13 ലക്ഷത്തിന് ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ടൊരു വാഹനമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. എല്ലാ മാനുഫാക്ചേഴ്സും ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. സ്കോഡ ഫോക്സ്വാഗൻ വാഹനങ്ങളിൽ കാണുന്ന ഒരു 1 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് സ്കോഡ കുഷാക്കിനും പവർ വരുന്നത്. 115 PS 178 Nm ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് വരുന്ന ഒരു എഞ്ചിനാണെന്ന് പറയാം. ഇതുകൂടാതെ 1.5 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓൺലി ടോപ്പ് എൻഡിന് വേണ്ടി മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു വേരിയന്റിൽ എന്തായാലും ഈ ഒരു എഞ്ചിനാണ് കിട്ടുക. അതും മറ്റൊരു മാനുഫാക്ചറും ഈ പ്രൈസിന്റെ അടുത്ത് പോലും തരാത്ത 8 സ്പീഡ് ഓട്ടോമാറ്റിക്കോട് കൂടിയിട്ട്. സോ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ 15,40,000 ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയുള്ള ഈ സെയിം ലുക്കുള്ള നമ്മൾ ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അത്യാവശ്യം എല്ലാ കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയന്റ് വെച്ചിട്ട് അങ്ങനത്തെ കുറവുകളൊന്നും വന്നിട്ടില്ല. ഒരു കാര്യം നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത കൊണ്ട് നടക്കുക, വേറെ ഒന്നും നമ്മളിതിൽ ഒരു രൂപ മുടക്കാനില്ല എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യം വാറണ്ടി സ്കോഡ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് പെയിന്റിനും അതുപോലെ തുരുമ്പെടുക്കുന്നതിനും വരെ നമുക്ക് 6 വർഷം തുരുമ്പ് കാര്യങ്ങൾ വരുന്നതിന് വാറണ്ടി വരുന്നുണ്ട്. പെയിന്റ് പ്രൊട്ടക്ഷൻ നമുക്ക് 3 വർഷത്തേക്ക് തരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ സാധാരണ നമുക്ക് കിട്ടാത്ത ഒരുപാട് അഡ്വാൻറ്റേജസ് സ്കോഡ കുഷാക്ക് എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല സർവീസ് കോസ്റ്റ് കൂടുതലല്ലേ എന്ന് പലർക്കും തോന്നും. നമ്മുടെ മറ്റുള്ള വാഹനങ്ങൾ ഇപ്പോൾ നമ്മുടെ തന്നെ ക്രെറ്റ നോക്കുകയാണെങ്കിൽ 10,000 കിലോമീറ്ററിൽ നമുക്ക് സർവീസ് തരും. പക്ഷേ കുഷാക്ക് 15,000 കിലോമീറ്ററിലാണ് വരിക. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ സർവീസ് ഇന്റർവെല് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ നമ്മളൊരു 60,000 അല്ലെങ്കിൽ 1 ലക്ഷത്തേക്കുള്ള ഒരു സർവീസ് കോസ്റ്റ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ടാലി ആയി പോകുന്ന രൂപത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. സോ ഈ ഒരു വിലയിൽ 13,09,000 രൂപ ഓൺ റോഡ് വിലയിൽ ഇത്രയും ഫീച്ചേഴ്സോടുകൂടി സ്കോഡയുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വർത്തന്നല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.